ജഗൻ മൂവീസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മീ ബിഫോർ യു എന്ന സിനിമയെക്കുറിച്ചാണ്. ഒരു അപകടത്തിൽ കഴുത്തിന് താഴേക്ക് തളർന്നു പോകുന്ന നായകൻ, വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം ഇവരെ നോക്കാൻ വരുന്ന നായിക, ശേഷം ഇവർ തമ്മിലുണ്ടാകുന്ന ഒരു ആത്മബന്ധത്തിൻ്റെ കഥയാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. അപ്പം ഞാനിനി കൂടുതലൊന്നും പറയുന്നില്ല, നേരെ സിനിമയിലേക്ക് പോവാണ്. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. എന്നാൽ പിന്നെ മൂവിയിലോട്ട് പോയാലോ? സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നതാട്ടോ ഇതിലെ നായകനായ വിൽ. അവൻ വലിയൊരു പണക്കാരനാട്ടോ. ഗേൾഫ്രണ്ടിനൊപ്പം വീക്കെൻഡ് ആഘോഷിക്കാൻ ഇങ്ങോട്ട് വന്നതാ. ഗേൾഫ്രണ്ട് എന്ന് വെച്ചാൽ അവൻ അത്രയ്ക്ക് ജീവനാ. അങ്ങനെ വീക്കെൻഡ് ആഘോഷമൊക്കെ കഴിഞ്ഞ് വിൽ ഓഫീസിൽ പോകാനായിട്ട് റെഡി ആവാട്ടോ. അവർ ബൈക്കിലാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് എടുത്ത് പോവാനായി ഒരുങ്ങുമ്പോൾ ഗേൾഫ്രണ്ട് പറയും, പുറത്ത് നല്ല മഴയാ, ഒരു കാർ വിളിച്ചു പോകുന്നു. വില്ല് നോക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. പിന്നെ അവളും പറഞ്ഞതല്ലേന്ന് വെച്ച് വിൽ അന്ന് കാറിൽ പോകാൻ തീരുമാനിക്കാം. ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന വിൽ ധൃതിയിൽ ഒരു കാർ കിട്ടുന്നിടത്തേക്ക് പോവാ. ഇതിനിടെ അവരൊരു കോളും വരുന്നുണ്ട്. വില്ല കോളും എടുത്ത് സംസാരിച്ച് ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ ഒരു ബൈക്ക് വന്ന് അവൻ ഇടിച്ച് തെറിപ്പിക്കുക. മീ ബിഫോർ യു എന്ന സിനിമ അവിടെ ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു റെസ്റ്റോറൻറ്റ് കാണിക്കുക. അവിടെയാട്ടോ നമ്മുടെ നായകൻ ലൂയിസ വർക്ക് ചെയ്യുന്നത്. 6 വർഷമായി അവൾ അവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും അവൾക്കറിയാം. അതുപോലെ എല്ലാവരുമായി അവൾ നല്ല അടുപ്പത്തിലുമാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവളുടെ ഓണർ അവളെ വിളിക്കുക. എന്നിട്ട് അവളുടെ സാലറി കൊടുത്തിട്ട് പറയും, ലൂയിസ, നിന്നോടിത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കുറച്ച് നാളായി നമ്മുടെ റെസ്റ്റോറൻറ്റ് പോക്കത്ര നല്ല രീതിയിലല്ല. ഇനിയും ഇത് എനിക്കിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനത് പൂട്ടാ. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാവും. വളരെ നിരാശയോടെ അന്ന് അവൾ അവിടെ നിന്ന് ഇറങ്ങും. കാരണം ഈ ജോലിയിൽ അവൾ അത്രയ്ക്ക് ഹാപ്പിയായിരുന്നു. പിന്നെ വീട്ടിലെത്തി ഇത് പറയുമ്പോൾ ആകെ പ്രശ്നമാവാണ്. അപ്പം പറയും, സാലറിയും കൊടുത്ത് പറഞ്ഞയച്ചേക്കുന്നു. ഒന്നുമില്ലെങ്കിലും 6 വർഷം നീ അവിടെ പട്ടിയെ പോലെ പണിയെടുത്തതല്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളിങ്ങനെ ടെൻഷനാവാതെ അവൾ വേഗം തന്നെ മറ്റൊരു ജോലി കണ്ടെത്തുമെന്ന് അവളുടെ അമ്മ ചോദിച്ചപ്പോൾ പറയാ. എവിടെ കണ്ടെത്താൻ? നിനക്കറിയാവുന്നല്ലേ ഇപ്പം ഈ നാട്ടിൽ ഒരു ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട്. സത്യത്തിൽ ഇപ്പം അവളുടെ വീട്ടിൽ അവൾക്ക് മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പായുടെയും ചേച്ചിയുടെയും ജോലിയൊക്കെ പോയിരിക്കുക. അപ്പ ആ ഒരു വിഷമത്തിൽ പറഞ്ഞതാ. പിറ്റേ ദിവസം ലൂയിസ തൻ്റെ ബോയ്ഫ്രണ്ടോട് ഇക്കാര്യമൊക്കെ പറയുന്നുണ്ട്. അവനാണെങ്കിലോ ഒരു ഓട്ടക്കാരനാണ്. അവൻ പറയും, നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല, ജോബ് സെന്ററിൽ പോയി അടുത്ത ജോലി നോക്ക്. എന്തെങ്കിലും ഒരു ജോലി നിനക്ക് കിട്ടാതിരിക്കില്ല. ബാക്കിയൊക്കെ നമുക്ക് അത് കഴിഞ്ഞ് നോക്കാം. അങ്ങനെ ലൂയിസ ഒരു ജോബ് സെന്റർ നടത്തുന്ന ഒരു ഓഫീസിലെത്തുക. അവിടെ എത്തി അയാൾ പറയുന്ന ജോലിയൊന്നും ലൂയിസയ്ക്ക് ഇഷ്ടാവുന്നില്ല. അവസാനം അയാൾ ഒന്നുകൂടി നോക്കുമ്പോൾ ശരീരം വയ്യാത്ത ഒരാളെ നോക്കുന്ന ജോലി അയാൾ കാണുക. ഇതേക്കുറിച്ച് ലൂയിസോട് പറയുമ്പോൾ, ഈ നോക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ പറഞ്ഞേക്കുന്നത് വണ്ടി ഓടിക്കാനും ഭക്ഷണം കൊടുക്കാനും സഹായിക്കണമെന്നൊക്കെയാ. 6 മാസത്തെ കരാറാ, നല്ല ശമ്പളമുണ്ട്. ഇത് കേൾക്കുമ്പോൾ ലൂയിസ ഈ ജോബ് ചെയ്യാൻ തയ്യാറാവാ. ഇത് വീട്ടിൽ ചെന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാവും. പിറ്റേ ദിവസം അവൾ ഇൻ്റർവ്യൂവിന് പോകാൻ ഒരുങ്ങുമ്പോൾ അമ്മ ഡ്രസ്സ് അലമാരിൽ എടുത്ത് കൊടുക്കുക. വലിയ സാലറിക്കൊക്കെ ആളെ വയ്ക്കാൻ നോക്കുമ്പോൾ അവർ വലിയ പണക്കാരായിരിക്കും. അതുകൊണ്ട് നീ ഈ ഡ്രസ്സ് ഇട്ടാൻ പറയുന്നു പറഞ്ഞാൽ അത് കൊടുക്കുന്നേ. എന്നാൽ അമ്മ കൊടുക്കുന്ന ആ ഡ്രസ്സ് അവൾക്ക് നല്ല ടൈറ്റായിരിക്കും. അവളത് പറയുന്നുണ്ടെങ്കിലും അമ്മ അത് കുഴപ്പമില്ല, ഈ ഡ്രസ്സിൽ നീ അടിപൊളിയാണെന്ന് പറഞ്ഞ് അമ്മ അത് ഉടിപ്പിച്ച ഇൻ്റർവ്യൂവിന് വിടുന്നത്. അങ്ങനെ അവിടെ എത്തുന്ന ലൂയിസ ആ വലിയ വീടും അവിടെ കിടക്കുന്ന കാറുകളൊക്കെ കണ്ട് ഞെട്ടാണ്. അവൾ ആദ്യമായിട്ടാ ഇങ്ങനൊരു വീട്ടിലോട്ട് പോകുന്നത്. അതുകൊണ്ട് അവൾക്ക് നല്ല ടെൻഷനുണ്ട്. പക്ഷേ ജോബ് അത്യാവശ്യമായതുകൊണ്ട് അവൾ അകത്തേക്ക് തന്നെ പോയി. അവിടെ വില്ലിൻ്റെ അമ്മയാട്ടോ എല്ലാവരും ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ആളൊരു ബിസിനസ് ലേഡിയാ, ക്യാമറ എന്നവരുടെ പേര്. അവർ ചോദിക്കും, ഇതിനു മുന്നേ ഇതുപോലത്തെ ജോലി ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ലൂയിസ, ഞാനിതുവരെ ഇതുപോലത്തെ ജോലിയൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഞാനെല്ലാം പെട്ടെന്ന് പഠിക്കും, അതാ എൻ്റെ കഴിവ് എന്ന് പറയാം. അവന് അരയ്ക്ക് താഴെ യാതൊരു ചലനവുമില്ല. കൈകൾ ചെറുതായി ഒന്ന് അനക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ നോക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്താ, എനിക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റും. അതുപോലെ ഞാൻ നന്നായി ചായ ഉണ്ടാക്കും. ഞാൻ നിന്ന റെസ്റ്റോറൻറ്റിലൊക്കെ എൻ്റെ ചായ ഭയങ്കര ഫേമസാണ്. ഞാനും പുള്ളിയും തമ്മിൽ എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ചായ ഇട്ട് കൊടുത്ത് ഞാൻ സെറ്റാക്കിക്കോളാം. ഇവളുടെ ഈ പൊട്ടത്തരം നിറഞ്ഞ വർത്താനമൊക്കെ കാണുമ്പോൾ എന്തോ വില്ലിൻ്റെ അമ്മ അവളെ സെലക്ട് ചെയ്യുക. ഇന്ന് തന്നെ ജോലി കയറിക്കോളാൻ പറയും. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവാ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. നീ നോക്കേണ്ടത് എൻ്റെ മകനെയാ, ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ഇങ്ങനെ ആയതാ. ശേഷം അവന് വേണ്ടിയുള്ള വീട്ടിലെ എല്ലാ കാര്യങ്ങളും വില്ലിൻ്റെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്.
നീ ഒരു ജോലിക്കാരിയായി ഇരിക്കുന്നതിനേക്കാൾ ഒരു ഫ്രണ്ടായിട്ട് അവൻ്റെ ഒപ്പം ഇരിക്കാൻ ശ്രമിക്കാൻ. നിങ്ങൾ വിഷമിക്കണ ക്യാമല, നിങ്ങൾ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തില്ലെന്ന് അവളിപ്പോൾ പറയാ. ശേഷം അവർ വില്ലുള്ള റൂമിലോട്ട് കയറാ. അപ്പൊ വില്ലിന്റെ അമ്മ, വിൽ, ഇത് ലൂയിസാ, ഇനി നിന്റെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നത് ഇവരാണോ? ഉടനെ ലൂയിസ കുറച്ച് ആറ്റിറ്റ്യൂഡ് ആക്കിയിട്ട് ഹലോ വിൽ എന്ന് പറയാം. ഇത് കാണുന്ന വിൽ മുഖം വക്രച്ച് പിടിച്ച് തിരിയാത്ത രീതിയിൽ ഹലോ ലൂയിസ എന്ന് പറയാ. ഇത് കേൾക്കുന്ന ലൂയിസ ഒന്ന് ഞെട്ടും. ദൈവമേ, ഇയാൾക്ക് സംസാരിക്കാനും കഴിയില്ലേ എന്നോട് മനസ്സിൽ പറയാം. അപ്പം വിൽ, പേടിക്കണ്ടോ, എനിക്ക് സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അവളാകെ ചമ്പി പോവാ. പിന്നെ അന്ന് അവളെ കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യിപ്പിക്കില്ല. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ജോലി കിട്ടിയ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമോ. അന്ന് ലൂയിസ നല്ല അടിപൊളിയായി ഡ്രസ് ചെയ്ത് അവിടേക്ക് പോവാ. അവിടെ ലൂയിസയെ കൂടാതെ നാഥൻ എന്ന് പറഞ്ഞ ഒരു മെയിൽ നേഴ്സ് കൂടി ഉണ്ട് കേട്ടോ. അയാളപ്പോൾ ലൂയിസയ്ക്ക് വില്ലിന് കൊടുക്കേണ്ട മരുന്നുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക. അതിനിടയിൽ അവൾ ചോദിക്കുന്നുണ്ട്, ഈ മരുന്നൊക്കെ ഞാൻ കൃത്യമായി കൊടുത്തോളാം, പക്ഷേ ഈ ബാത്റൂമിലൊക്കെ പോകേണ്ട വന്ന അതൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിന്നെ പ്രധാനമായി അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് അവൻ്റെ മൂടൊന്ന് മാറ്റാനാ. ആ ആക്സിഡന്റിന് ശേഷം അവനെപ്പോഴും ഒരു ശോകാവസ്ഥയിലാണ്. അതൊക്കെ ഒന്ന് മാറ്റി അവനെ ഹാപ്പിയാക്കുക. പിന്നെ അവൻ്റെ മരുന്നും ഫുഡും കൃത്യസമയത്ത് കൊടുക്കുക. ഇതൊക്കെയാണ് നിന്റെ മെയിൻ ആയിട്ടുള്ള പണി. ഇതൊക്കെ ഞാൻ കൃത്യമായി ചെയ്തോളാം. പിന്നെ അവനോട് ഷേവ് ചെയ്യുന്ന കാര്യം പറയരുത്, അത് പറഞ്ഞാൽ ഞങ്ങൾ എന്നും വഴക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് നാഥാൻ അവിടുന്ന് പോവാ. ശേഷം ലൂയിസ വില്ലിനെ കാണാൻ പോവാ. അവനാണെങ്കിൽ വീൽ ചെയർ ഒരു ജനാലക്കരികിലേക്കിട്ട് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവിടേക്ക് ചെന്ന് ലൂയിസ, ഹലോ വിൽ, എന്തൊക്കെയുണ്ട്? പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ തോന്നുന്നു. എന്നെ കണ്ട നിനക്ക് ഹാപ്പി ആയിട്ടാണോ തോന്നുന്നത്? ഞാനെപ്പോഴും ഈ ജനലിൻ്റെ അരികത്ത് വന്ന് ഇരിക്കാറ്, അല്ലാതെ ഞാനെന്ത് ചെയ്യാനാ? നോക്ക് വിൽ, നമ്മൾ പരസ്പരം ആദ്യം അറിയണം നിനക്ക് എന്തൊക്കെ ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്നതൊക്കെ. എന്നാലേ എനിക്കെന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യാനാകും. അപ്പോൾ വിൽ, നിന്നെപ്പറ്റി അമ്മ എന്നോട് സംസാരിച്ചിരുന്നു. നീ ഒരു വായാടിയാണെന്ന് അമ്മ എന്നോട് പറഞ്ഞേ. എനിക്ക് ബളബളന്ന് സംസാരിക്കുന്നവരെ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് നീ ഒന്നും മിണ്ടാതെ പോയി തന്നാൽ മതി. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് എന്തോ പോലെയാവും. അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോവും. ഒപ്പം അവളുടെ മനസ്സിൽ ഒരു പേടിയും വരും. വില്ലിനെ സന്തോഷമായിട്ട് ഇരുത്താൻ വേണ്ടിയാണ് തന്നെ നിയമിച്ചത്. അവനാണെങ്കിൽ തന്നോട് മിണ്ടാൻ പോലും കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കുമോ. എന്നാൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. അവൾ ദിവസവും വെവ്വേറെ ലുക്കിലൊക്കെ വന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറയാ. എന്നാൽ അവനത് ഒരു കോമാളിത്തരായിട്ടാണ് തോന്നിയേ. അതുകൊണ്ട് തന്നെ അവന് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അവസാനം ലൂയിസ ഈ കാര്യങ്ങളെല്ലാം അവളുടെ സിസ്റ്ററിൻ്റെ അടുത്ത് പറയാ. ഞാൻ എന്ത് പറഞ്ഞിട്ടും അവൻ എൻ്റെ അടുത്ത് അടുക്കുന്നില്ലടി. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് നിന്റെ ഡ്യൂട്ടിയല്ലേ, നീ വീണ്ടും ശ്രമിക്ക്, ഒരിക്കൽ ശരിയാവുമെന്ന് അവൾ പറയാ. അങ്ങനെ പിറ്റേ ദിവസവും ലൂയിസ അവിടെ ചെല്ലാ. അപ്പോൾ അവിടെ വില്ലിൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടാവും. അതിലൊരാൾ വില്ലിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും. വില്ലിൻ്റെ ആക്സിഡൻറ്റ് പറ്റി അവൻ എണീക്കില്ലെന്ന് അറിഞ്ഞപ്പോൾ അവൾ പതിയെ അവനെ ഒഴിവാക്കി. ശേഷം അവൻ്റെ തന്നെ ഒരു ഫ്രണ്ടായിട്ട് അവൾ റിലേഷനായി. ദേ ഇപ്പോൾ ഒരു കല്യാണം വിളിക്കാൻ വന്നേക്കാം. വില്ലപ്പോൾ ഒരു കൺഗ്രാജുലേഷൻ പറയാം. അപ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ട് പറയും, സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞങ്ങൾ വെറും സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. നിനക്ക് അപകടം പറ്റിയതിന് ശേഷം ആകെ ഒരു സഹായത്തിന് എനിക്ക് ഇവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിൽ അവൻ്റെ വലിയ മനസ്സെന്ന് പറഞ്ഞ് അവിടുന്ന് പോവാ. അതോടെ അവരും അവിടുന്ന് പോവാ. പിന്നെ അവിടുന്ന് റൂമിലെത്തിയ വിൽ അവിടെയുള്ള തൻ്റെ ഫോട്ടോസൊക്കെ തട്ടിമറിച്ച് കളയാം. ഈ ശബ്ദം കേട്ട് ലൂയിസ അവിടെ കൂടി വരും. ശേഷം അവൻ അവിടുന്ന് മറ്റൊരു റൂമിലേക്ക് മാറ്റിയിട്ട് അവിടെ ക്ലീൻ ചെയ്യാം. അങ്ങനെ ആ റൂമൊക്കെ ക്ലീൻ ചെയ്ത് അവൾ ആ പൊട്ടിപ്പോയ ഫോട്ടോസിൻ്റെ ഫ്രെയിം പൊട്ടിക്കുന്നതിനിടയിൽ അവിടേക്ക് വില്ല് പിന്നെയും വരാ. നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഇതൊന്നും നിന്റെ പണിയല്ലല്ലോ. അപ്പം ലൂയിസ, ഇതും എൻ്റെ ജോലി തന്നെയാ. എന്ത്, നീ എന്നെ എതിർത്ത് സംസാരിക്കുന്നോ? നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പുറത്താക്കും. അതിന് താനൊന്നും അല്ലല്ലോ എന്നെ ജോലിയിൽ അപ്പോയിൻ്റ് ചെയ്തേ, തൻ്റെ അമ്മയല്ലേ. അവരൊന്ന് പറയട്ടെ, അപ്പം നോക്കാം. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്നല്ലേ പറഞ്ഞേ? ഞാനും നിങ്ങളോട് സംസാരിക്കാൻ വരുന്നില്ല. ഞാൻ ഈ ജോലിയൊക്കെ ചെയ്ത് ഇവിടെ ഇരുന്നോളാം. ഇത് കേട്ടതോടെ വില്ലൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവാം. പിന്നെ ഈ കാര്യങ്ങളെല്ലാം ലൂയിസ അവളുടെ ബോയ് ഫ്രണ്ടിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയും, ഈ കാര്യത്തിൽ എനിക്ക് വില്ലിൻ്റെ ഗേൾ ഫ്രണ്ടിനെ കുറ്റം പറയാൻ പറ്റില്ല. നീ എന്തീ പറയുന്നേ? പിന്നെ എൻ്റെ കഴുത്തിന് താഴോട്ട് തളർന്നാലും നീ എൻ്റെ ഒപ്പം നിൽക്കുന്നാണോ? തീർച്ചയായും അങ്ങനെയല്ലേ വേണ്ടേ? അങ്ങനെയൊന്നും ഇക്കാലത്ത് ആരും നിൽക്കില്ല മോളെ. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാണ് വലുത്. അവിടെ നിന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ലൂയിസ പിറ്റേ ദിവസം വില്ലിൻ്റെ അടുത്ത് ഒന്നും മിണ്ടുന്നതാ. അപ്പോൾ വിൽ, എന്നോട് ഇനി മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട്? അതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതല്ലേ. പറ, ഞാൻ എന്താ ചെയ്തു തരണ്ടേ? എനിക്കൊരു സിനിമ കണ്ടാൽ കൊള്ളായിരുന്നു. അതൊരു ഫ്രഞ്ച് സിനിമയായിരിക്കും. ലൂയിസയ്ക്ക് ഈ സബ് ടൈറ്റിലുള്ള സിനിമയൊന്നും ഇഷ്ടമല്ല. എന്നാൽ അവൻ്റെ നിർബന്ധപ്രകാരം അവൾ ഇരുന്ന് അത് കാണാം. എന്നാൽ
ആ സിനിമ അവൾക്ക് ഭയങ്കര ഇഷ്ടവും. അവർ സിനിമ കഴിഞ്ഞ് അതേപ്പറ്റി ഒരുപാട് സംസാരിക്കും. ശേഷം നമുക്കൊന്ന് പുറത്തു പോയി നടന്നാലോ എന്ന് വിൽ പറയാ. ഇപ്പൊ വില്ലിന് അവളെ കുറച്ചൊക്കെ ഇഷ്ടമാട്ടോ. അവരങ്ങനെ നടക്കുന്നതിനിടയിൽ വിൽ അവളോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിന്റെ പരിപാടി എന്തൊക്കെയാന്ന്? എൻ്റെയോ? എൻ്റെ ഇപ്പം എന്താ, കുറച്ചു നേരം ഫാമിലിയോടൊപ്പം ചിലവഴിക്കും, പബ്ബിൽ പോവും, TV കാണും, പിന്നെ പാട്രിക്കിൻ്റെ ഓട്ടം കാണാൻ പോവും. പാട്രിക്ക് നിന്റെ ബോയ് ഫ്രണ്ടാണോ? അതെ. നീ അവൻ്റെ പോടോ? ഹേയ്, ആ ചെറുക്കന് കൊടുക്കത്തോട്ടാന്നേ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല അവൻ്റെ പോടാൻ. അപ്പം വിൽ, ഇത് തന്നെയാണോ നിന്റെ ലൈഫിൽ ഡെയിലി സംഭവിക്കുന്നത്? അതെ. ഹോ, എന്നേക്കാ ശോകമാണല്ലോ നിന്റെ അവസ്ഥ. ഇതല്ലാണ്ട് നിനക്ക് അംബീഷനൊന്നുമില്ലേ? എനിക്ക് ഫാഷൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമോ? ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ ഓരോ ഗെറ്റപ്പിലാണ് ഇങ്ങോട്ട് വരാറ്. വലുതാവുമ്പോൾ ഒരു ഡിസൈനർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ വീട്ടിലെ സെറ്റപ്പ് വെച്ച് അതൊന്നും പഠിക്കാൻ പോകാൻ ഇപ്പോൾ പറ്റില്ല. അതുകൊണ്ട് കിട്ടിയ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബില്ലിൻ്റെ അമ്മ അകത്ത് നിന്ന് കാണുന്നുണ്ടോ. ഇത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷവും. ആ ഒരു ആക്സിഡന്റിന് ശേഷം ആദ്യമായിട്ടാണ് അവൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നത്. താൻ ലൂയിസിയെ തെരഞ്ഞെടുത്തതിൽ തെറ്റ് പറ്റിയിട്ടില്ലെന്ന് അവർക്കപ്പം തോന്നും. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. അന്ന് വില്ലിന് ചെക്കപ്പായിരിക്കും. അപ്പോൾ അവരുടെ ഒപ്പം അന്ന് ലൂയിസയും പോകുന്നുണ്ട്. അവിടെ വെച്ച് ലൂയിസ വില്ലിൻ്റെ പേഴ്സണൽ നഴ്സായ നേതനോട് ചോദിക്കുന്നുണ്ട്, വില്ലിൻ്റെ ഈ അസുഖം എപ്പോഴാണ് ശരിയാവണമെന്ന്. ഈ ലോകത്തെ എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും ഞങ്ങൾ അവനെ കൊണ്ടുപോയി. അവരെല്ലാവരും പറയുന്നത് ഇനി അവനെ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന്. പിന്നെ ഓരോ സെക്കൻഡിലും വില്ലിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന പെയിൻ വളരെ വലുതാ. പെയിൻ കില്ലേഴ്സ് കൊടുക്കുന്നതുകൊണ്ടാണ് അവന് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുന്നത്. പക്ഷേ അതുകൊണ്ട് അധികം നാളിനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് കേൾക്കുമ്പോൾ ലൂയിസിക്ക് ഭയങ്കര സങ്കടവും. എല്ലാ കാര്യങ്ങളും അവൾ ഇപ്പോൾ അറിയണം. പിന്നെയും ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകും. ഒരു നാൾ അവരാരും വീട്ടിലില്ലാത്ത സമയത്ത് വില്ലിന് സുഖമില്ലാതാവാം. ഉടനെ തന്നെ അവൻ്റെ ഹോം നേഴ്സായ നദാനെ വിളിച്ചു വരുത്തി അവൻ്റെ ഒപ്പം വില്ലിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ശേഷം അവൻ ഉറങ്ങുന്ന സമയത്ത് വില്ലിൻ്റെ ലാപ്ടോപ്പ് ലൂയിസ് നോക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ആക്സിഡൻറ്റിന് മുമ്പ് അവൻ എന്തുമാത്രം ഹാപ്പി ആയിരുന്നുവെന്നും ഒരു പൂമ്പാറ്റയെ പോലെ പാല് നടന്നൊരു മനുഷ്യനാണെന്നും അവൾക്ക് മനസ്സിലാവാം. അങ്ങനെയുള്ള ഒരാൾ ഈ അവസ്ഥയിലാവുമ്പോൾ അയാൾക്ക് എന്തുമാത്രം വേദന ഉണ്ടാവുമെന്ന് അവൾക്കിപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെന്ന് രാത്രി ലൂയിസ് വീട്ടിൽ പോകില്ല. പെട്ടെന്ന് എന്തെങ്കിലും വില്ലിന് ആവശ്യം വന്നാൽ ആരെങ്കിലും അടുത്ത് വേണമല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും. അത്രയ്ക്ക് കരുതലോടെയാണ് അവളിപ്പോൾ അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കടന്നു പോകും. അതുപോലെ വില്ലും ലൂയിസിയും തമ്മിലുള്ള സൗഹൃദം കുറച്ചുകൂടി ആഴത്തിലാവാം. അത് എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ വില്ലിനിപ്പോൾ തൻ്റെ മുഖം ഷേവ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ആര് പറഞ്ഞാലും അവനത് സമ്മതിക്കില്ലായിരുന്നു. എന്നാൽ ലൂയിസ് ഇതേപ്പറ്റി പറയുമ്പോൾ അവളോട് ചെയ്തോളാൻ പറയാം. ഈ കാര്യം വില്ലിൻ്റെ അമ്മയോട് പറയാൻ ചെന്നപ്പോഴാണ് വില്ലിൻ്റെ അമ്മ അവൻ്റെ അച്ഛനോട് സംസാരിക്കുന്നവൾ കേൾക്കുന്നത്. ഞാനിത് ഒരിക്കലും സമ്മതിക്കില്ല. നമ്മളിത് അവനോട് സമ്മതിച്ചതാക്കമ്മയില്ല. ഞാൻ സമ്മതിച്ചത് 6 മാസം കൊണ്ട് അവൻ്റെ മനസ്സ് മാറ്റാമെന്ന് വെച്ചാ. അപ്പോൾ നിങ്ങൾ അവൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കാമല്ലേ? അവനിങ്ങനെ നരകിക്കുന്നതിലും ഭേദം അതല്ലേ? ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വില്ല് ഒരിക്കലും സുഖപ്പെടില്ലെന്നും ജീവിതകാലം മുഴുവനും അവൻ ഈ വേദന അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയുമ്പോൾ അവൻ ദയവധത്തിന് ആവശ്യപ്പെടും. ഇപ്പോൾ അതിനുള്ള അനുമതി വന്നേക്കാം. ഇതറിയുമ്പോൾ ലൂസിക്ക് ഭയങ്കര ഷോക്കാവും. അവളിത് ചെന്ന് അവളുടെ സിസ്റ്ററിൻ്റെ അടുത്ത് പറയാം, എനിക്കിനി അവിടെ ജോലിക്ക് പോകാൻ കഴിയില്ല. ഇനിയുള്ള 6 മാസത്തിനുള്ളിൽ അവൻ മരിക്കാൻ പോവാ. ഇങ്ങനെയുള്ള ആളെ എനിക്ക് നോക്കാൻ പറ്റില്ല. നിനക്ക് 6 മാസം സമയമില്ലേ? അതിനുള്ളിൽ അവൻ്റെ മനസ്സ് മാറ്റാൻ നോക്ക്. ഇനി പോകാൻ പറ്റില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ പതിയെ പതിയെ അവൻ്റെ മനസ്സ് മാറ്റാൻ നോക്ക്. അപ്പോഴാണ് ലൂയിസ ആ ഒരു പോസിറ്റിവിറ്റിയെ പറ്റി ചിന്തിക്കുന്നത്. നീ പറഞ്ഞ് ശരിയാ. ഈ 6 മാസം കൊണ്ട് എനിക്ക് അവൻ്റെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞാലോ? ലൂയിസയ്ക്ക് അതിന് കഴിയുമോ ഇല്ലയോ എന്നതാണ് ഇനി ഈ സിനിമയിൽ പറയാൻ പോണേ. ഓക്കെ, അതിനായി ലൂയിസ ഒരു ലൈബ്രറിയിലൊക്കെ പോയി ഇതുപോലെ വീൽ ചെയറിൽ ഇരിക്കുന്നവർ സന്തോഷമായിട്ടിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യണേന്ന് അറിയുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുക. അതുപോലെ ഈ ഒരു 6 മാസത്തിനുള്ളിൽ വില്ലിനെ എവിടേക്ക് കൊണ്ടുപോകണം എന്നതിനുള്ളൊരു ലിസ്റ്റ് തയ്യാറാക്കി അവൻ്റെ പാരൻസിൻ്റെ സമ്മതവും അവൾ വാങ്ങുന്നുണ്ട്. അങ്ങനെ ലൂയിസ അവൻ ആദ്യം കൊണ്ടുപോകുന്നത് ഒരു ഹോഴ്സ് റേസിനായിരിക്കും. അത് ഭയങ്കര ഫ്ലോപ്പായിരിക്കും. അവന് ഒട്ടും ഇഷ്ടാവില്ല. പിന്നെ കൊണ്ടുപോകുന്നത് ഒരു ക്ലാസിക്കൽ മ്യൂസിക്കിനാണ്. അതിന് ലൂയിസ റെഡിയായി വരുന്നത് ഒരു റെഡ് കളർ ഡ്രസ്സിലായിരിക്കും. അതിലവളെ കാണാൻ ഒരു ഏഞ്ചൽ പോലെ ഉണ്ടാവും. ഏതോ പുസ്തകത്തിലൊക്കെ വായിച്ചത് കണ്ടിട്ടാട്ടോ ലൂയിസ അവരെയും കൊണ്ട് ഈ ക്ലാസിക്കൽ മ്യൂസിക്കിലൊക്കെ പോയത്. പക്ഷേ 2 പേർക്കും ഇത് ഒരുപോലെ ഇഷ്ടാവില്ല. എന്നാൽ വില്ലിന് ഇഷ്ടപ്പെട്ട ഒന്നുണ്ട്. ആ റെഡ് കളറിൽ ലൂയിസയോടൊപ്പം അവിടുന്ന് പോയപ്പോൾ താൻ ഒരു പെൺകുട്ടിയുമായി ഡേറ്റിന് പോയ പോലെയാണ് അവന് തോന്നിയത്. അതവൻ ലൂയിസോട് പറയുകയും ചെയ്യുന്നുണ്ട്. വീടെത്തിയിട്ടും അന്ന് കുറേ നേരം കൂടി അവർ 2 പേരും കാറിലിരിക്കും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ പോകുന്നത് ഒരു പിക്നിക്കിനായിരിക്കും. അവിടെ വെച്ച് ലൂയിസ വരുന്ന ദിവസം തൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയാം. വീട്ടിൽ ആഘോഷങ്ങളൊക്കെ ഉണ്ട്.
നിങ്ങൾ വരണമെന്ന് എനിക്കുണ്ട്. പക്ഷേ പരിചയമില്ലാത്ത സ്ഥലത്ത് നിങ്ങളിപ്പോൾ പോകാറില്ലല്ലോ. ആര് പറഞ്ഞു ഞാൻ പോകാറില്ലെന്ന്? നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ എന്തായാലും വരുന്നുണ്ട്. ഇതേക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷവും. അങ്ങനെ ബർത്ത്ഡേ ദിവസം വിൽ അവിടേക്ക് വരുക. എല്ലാവരും വളരെ സന്തോഷത്തോടെ അവനെ വരവേൽക്കുന്നത്. അതുപോലെ നമ്മുടെ ലൂയിസയുടെ ബോയ് ഫ്രണ്ട് പാട്രിക്കും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അവനെന്തോ വില്ലിൻ്റെ ബർത്ത്ഡേക്ക് വിളിച്ചത് തീരെ ഇഷ്ടാവില്ല. അതുപോലെ ലൂയിസ അവൻ അവിടെ വെച്ച് കൊടുക്കുന്ന കെയറിങ് കാണുമ്പോൾ അവന് എന്തോ പോലെ ആവാം. പിന്നെ ഫുഡൊക്കെ കഴിച്ച ശേഷം ലൂയിസ കേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ശേഷം വളരെ സന്തോഷമായിട്ട് അവരെല്ലാവരും പിരിയുക. പിറ്റേ ദിവസം ലൂയിസ പുറത്തു പോയി വരുമ്പോൾ അപ്പ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാം. അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ അപ്പയ്ക്ക് ജോലി കിട്ടിയെന്ന് പറയും. വില്ലിൻ്റെ അപ്പയുടെ കമ്പനിയിലായിരിക്കും, നല്ല സാലറി ഉണ്ട്. ഇതറിയുമ്പോൾ ലൂയിസ വില്ലിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വിൽ, നിന്റെ അപ്പായ്ക്ക് ഒരു ജോലി ആവശ്യമാണെന്ന് തോന്നി. വീട്ടിൽ പറഞ്ഞപ്പോൾ ഓഫീസിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പക്ഷേ ലൂയിസയ്ക്ക് അറിയാം ഇത് വിൽ അവൾക്ക് വേണ്ടി ചെയ്ത ഒരു ഫേവറാന്ന്. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം ലൂയിസ വില്ലിനോട് ഇന്ന് പോണ്ട സ്ഥലത്തെക്കുറിച്ചൊക്കെ പറയുന്നതാ. അപ്പോൾ വിൽ, ഇന്ന് ഞാൻ നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറയും. അവർ പോകുന്നത് വില്ലിൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ മാരേജ് ഫംഗ്ഷൻ ആയിരിക്കും. നല്ല കോൺഫിഡൻറ്റോടെയാണ് വില്ല് അവിടേക്ക് പോയതെങ്കിലും അവർ രണ്ടുപേരും ഒന്നിച്ച് കാണുമ്പോൾ അവനാകെ വല്ലാതാവാം. ലൈഫിൽ തനിക്കെന്ത് സംഭവിച്ചാലും തൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞവളാ ദയിപ്പോൾ തന്നെ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് വേറൊരുത്തൻ്റെ ഇപ്പോൾ പോകുന്നത്. ഈ സമയം വില്ലിൻ്റെ മുഖം മാറുന്ന കാണുന്ന ലൂയിസ വില്ലിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കപ്പിൾ ഡാൻസ് കളിക്കാമെന്ന് പറയാം. കപ്പിൾ ഡാൻസോ? നീ എന്തായി പറയണേ? ഞാൻ എങ്ങനെയാ കളിക്കുന്നത്? അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ച് ലൂയിസ അവൻ്റെ വീൽ ചെയറിൽ കയറി ഇരിക്കുക. ഉടനെ വിൽ ആ ചെയർ ഓടിച്ചുകൊണ്ട് പോയി എല്ലാവരും ഡാൻസ് കളിക്കുന്നിടത്ത് കൊണ്ടുപോയി കറക്കുക. അപ്പോൾ വിൽ പറയുന്നുണ്ട്, ലൂയിസ, നിന്റെ ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. നിങ്ങളും മോശമൊന്നുമല്ല എന്ന് അവളും പറയും. അങ്ങനെ മാരേജ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന വിൽ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഇത് കാണുമ്പോൾ അവൻ്റെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷവും. അവർ ലൂയിസയോട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് തൻ്റെ മകനെ ഇതുപോലെ ഹാപ്പിയാക്കി കൊണ്ടു നടക്കുന്നതിന്. ഇതിനിടയിൽ ലൂയിസയും പാട്രിക്കും തമ്മിലുള്ള ബന്ധം വളരെ വഷളാവാണ്. ഇപ്പോൾ അവൻ്റെ കൂടെ വരാൻ ലൂയിസയ്ക്ക് സമയമില്ലെന്ന് പറഞ്ഞിട്ടായിരിക്കും അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വില്ലിന് സുഖമില്ല എന്ന് പറഞ്ഞൊരു കോൾ വരാം. ഉടനെ ലൂയിസ വേഗം അങ്ങോട്ട് പോവാം. ലൂയിസ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ നേതനുണ്ടായിരിക്കും. അവൾ അവനോട് കാര്യങ്ങൾ ചോദിക്കാം. അവൻ ഇന്നലെ രാത്രി ഭയങ്കര ശ്വാസം മുട്ടുണ്ടായി, ലങ്സിന് ഇൻഫെക്ഷൻ ആണെന്നാ ഡോക്ടർ പറഞ്ഞ്. ഇപ്പം പേടിക്കാനൊന്നുമില്ല. അത് കേൾക്കുമ്പോൾ ലൂയിസയ്ക്ക് സമാധാനാവാ. ശേഷം അവൾ കയറി അവനെ കാണുന്നുണ്ട്. പിന്നെ വില്ലിനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് കൊണ്ടുവരാം. അപ്പം അവളെ വെച്ച് ലൂയിസ നാഥനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വില്ല് ദയാവാദത്തിന് കൊടുത്തിരിക്കുന്ന കാര്യം അറിയോ? എനിക്കറിയാം ലൂയിസ. അതുപോലെ അവൻ അനുഭവിക്കുന്ന വേദനയും എനിക്കറിയാം. പക്ഷേ എൻ്റെ കൂടെയുള്ളപ്പോൾ അവൻ എത്ര ഹാപ്പിയാ. അവനൊരു വേദന ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നാറില്ല. നിന്റെ കൂടെയുള്ളപ്പോൾ അവൻ ആ വേദന പുറത്ത് കാട്ടാറില്ല. അതാണ് സത്യം. എനിക്കും ഈ ലോകത്ത് അവൻ ജീവിക്കണമെന്ന് ആഗ്രഹം. പക്ഷേ അതവന് ഇഷ്ടമാണെങ്കിൽ മാത്രം. അപ്പോൾ ലൂയിസ, അവൻ്റെ മനസ്സ് മാറാൻ ഞാൻ വീണ്ടും ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ സാധിക്കുമോ? അപ്പം നാഥൻ, തീർച്ചയായും ഞാൻ വരാൻ ലൂയിസ എന്ന് പറയാം. പക്ഷേ ഈ കാര്യം ലൂയിസയുടെ ബോയ് ഫ്രണ്ട് പാട്രിക് സമ്മതിക്കില്ല. നീ ഇപ്പോൾ അവൻ്റെ ഒപ്പം പോയി വന്നതല്ലേ ഉള്ളൂ, പിന്നെയും പോകണം. അവിടെ വേറെ ആരും ഇല്ലേ? വില്ലിന് എൻ്റെ അടുത്തുള്ള അറ്റാച്ച്മെൻറ്റ് അവിടെ വേറെ ആരോടും ഇല്ല. ഇങ്ങനെ പോയാൽ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞ് പാട്രിക് ഇപ്പോൾ അവിടുന്ന് പോവാം. അത് ലൂയിസയ്ക്കൊരു പ്രശ്നമായിരുന്നില്ല. മറ്റെന്തിനേക്കാളും വില്ലിനായിരുന്നു അവൾക്ക് പരിഗണന. അങ്ങനെ അവർ ട്രിപ്പ് പോവാട്ടോ. ഇത്തവണ ഒരു ഐലൻഡിലേക്കായിരിക്കും അവർ പോണേ. അവിടെ അവർ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ലൂയിസ വില്ലിൻ്റെ അടുത്തുനിന്ന് ഡാൻസ് ഒക്കെ കളിക്കും. ഇത് കണ്ട് അവന് ചിരി അടക്കാൻ പറ്റില്ല, അത്രയ്ക്ക് പൊട്ടയായിരിക്കും അത്. ഈ ഡാൻസ് കളിക്കുന്നതിനിടയിൽ അവൾ വില്ലിൻ്റെ ചെയറിൽ വന്നിരിക്കുന്നുണ്ട്. ശേഷം അവൻ്റെ കവളിൽ തൊടും. അപ്പോൾ വില്ലിൻ്റെ മനസ്സിൽ ഇവൾ തന്നോടായി കൂടുതൽ അടുക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ വരുക. അതുകൊണ്ട് താൻ ദയാവധം ചെയ്യാൻ പോകുന്നുള്ള കാര്യം അവളോട് പറയാൻ വില്ല് തീരുമാനിക്കുക. ലൂയിസ, എനിക്കിതിനോടൊരു കാര്യം പറയാനുണ്ട്. വേണ്ട, എന്നോടൊന്നും പറയണ്ട. എനിക്കറിയാതെ നീ ദയാവധത്തിന് കൊടുത്തിട്ടുള്ളതല്ലേ. അതിനിയും വേണ്ടാന്ന് വെക്കാലോ. നീയെങ്കിലും എന്നെ മനസ്സിലാക്കി ലൂയിസ. ആ ആക്സിഡൻറ്റിന് മുമ്പ് ഞാൻ എല്ലായിടത്തും പോയി വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നേ. ഇപ്പോഴോ എൻ്റെ ഗേൾ ഫ്രണ്ട് പോലും എന്നെ ഇട്ടേച്ച് പോയി. ഞാനൊരിക്കലും നിന്നെ ഇട്ടേച്ച് പോവില്ല വിൽ, അതെനിക്കറിയാം. പക്ഷേ അതിനുവേണ്ടി നീ നിന്റെ ജീവിതം കളയരുത്. നിനക്ക് ഇതിലും നല്ലൊരു ലൈഫ് കിട്ടും ലൂയിസ. എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല മൂമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നിൻ്റെ ഒപ്പമുള്ള ഈ നിമിഷങ്ങളാണ്. പക്ഷേ അപ്പം കൂടി ഞാൻ എൻ്റെ ശരീരത്തിൽ എന്തുമാത്രം പെയിൻ അനുഭവിക്കേണ്ടത് നിനക്കറിയോ? ഇത് ഞാൻ നിന്റെ മുമ്പിൽ കാണിക്കാത്തതാ ലൂയിസ. ഇതിന് ഒരേ ഒരു പരിഹാരമുള്ളൂ, എൻ്റെ മരണം. ഇത് കേൾക്കുമ്പോൾ ലൂയിസ പൊട്ടിക്കരയുക. നിങ്ങൾ ഭയങ്കര സെൽഫിഷാ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ മരിക്കുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. എന്നെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഞാനിപ്പോൾ
നിങ്ങളടുത്ത് ജോലിക്ക് വന്നതോർത്ത് ശപിക്കുന്നു എന്ന് പറഞ്ഞ് അവളപ്പോൾ അവിടെ നിന്ന് പോവാ. പിന്നെ അടുത്ത ദിവസം തന്നെ ഇവർ തിരിച്ചു വരുവാ. എയർപോർട്ടിൽ വില്ലിൻ്റെ അപ്പായും അമ്മായും ഉണ്ടാവും. അപ്പോൾ അവിടെ വെച്ച് ലൂയിസ, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാ, ഇനി ജോലിക്കും വരില്ലെന്ന് പറയാം. ഉടനെ വില്ലിൻ്റെ അമ്മ പുറകെ പോയി എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മകൻ്റെ മനസ്സ് ഇപ്പോഴും മാറിയിട്ടില്ല അമ്മേ, ഇനി മാറാനും പോകുന്നില്ല, അവനെപ്പോഴും മരിക്കണമെന്ന് തന്നെയാണ് പറയണേ. ഇത് കേൾക്കുമ്പോൾ വില്ലിൻ്റെ അമ്മയ്ക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അവിടുന്ന് വീട്ടിലെത്തിയ ലൂയിസയോട് അവളുടെ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, എന്താ വില്ലിൻ്റെ മനസ്സ് മാറിയോന്ന്. ഇല്ല എന്ന് പറഞ്ഞ് ലൂയിസ അവളെ കെട്ടിപ്പിടിച്ച് കരയാ. പിന്നെയും ദിവസങ്ങൾ കടന്നു പോകും. വില്ലിൻ്റെ അവസാന നാളുകൾ അവൻ സ്വിറ്റ്സർലൻഡിൽ ചെലവഴിക്കാൻ തീരുമാനിക്കുക. അവിടെയാണ് ദയാവധത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. വില്ലിൻ്റെ ഒപ്പം അവൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്. എന്നാൽ ലൂയിസ മാത്രമില്ല. അവളെപ്പോഴും ഭയങ്കര ദേഷ്യത്തിലാ. എന്നാലും ഒന്നും കഴിക്കാതെ എപ്പോഴും വില്ലിൻ്റെ പറ്റി മാത്രമാണ് അവൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ അവൾക്കൊരു കാര്യം മനസ്സിലാവും. വിൽ എന്ത് പറഞ്ഞാലും അവൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ പോകുന്നില്ല. അങ്ങനെയെങ്കിൽ അവൻ്റെ അവസാന നാളുകളിൽ വളരെ സന്തോഷത്തോടെയല്ലേ അവനെ പറഞ്ഞുവിടണ്ടേ. അത് ശരിയാണെന്ന് തോന്നിയ ലൂയിസ സ്വിറ്റ്സർലൻഡിൽ അവനെ കാണാൻ പോവാ. ലൂയിസ അവിടെ ചെല്ലുമ്പോൾ വില്ലിന് ദയാവധത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ അവൻ ഇവിടം വിട്ടു പോകും. അങ്ങനെ വില്ല് ലൂയിസനെ കാണുമ്പോൾ, ഹേ വായാടി, അവസാനം നീ വന്നു അല്ലേ? വരിക മാത്രമല്ല, ഞാൻ നിന്നെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവാടാ. മലത്തും നിന്നെക്കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല. ആഹാ, എന്നാ പിന്നെ എനിക്കെന്താ പറയണമെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ പൊന്നോ, ആ ഐലൻഡിൽ വെച്ചിട്ടുള്ള ഡാൻസോ മറ്റോ ആണെങ്കിൽ എനിക്ക് കാണണ്ടായേ. അതൊന്നും അല്ലടാ പൊട്ടാന്ന് പറഞ്ഞ് ലൂയിസ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുക. അപ്പോൾ വില്ലിൻ്റെ ഹാർട്ട് ബീറ്റ് അവൾക്ക് കേൾക്കാട്ടോ. കുറച്ച് കഴിയുമ്പോൾ വിൽ, ലൂയിസ എന്നെ നോക്കി, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാ. ഇത് കേട്ട് ലൂയിസ അവനെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയാം. ശേഷം, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ലൂയിസ എന്ന് പറഞ്ഞ് അവളെ നോക്കിക്കൊണ്ട് അവൻ ഈ ലോകത്തിൽ നിന്ന് പോവാ. പിന്നെ കാണിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ്. ഇപ്പോൾ ലൂയിസയുടെ കയ്യിലൊരു ലെറ്ററുണ്ട്. അത് വില്ല് മരിക്കുന്നതിന് മുമ്പ് ആരെക്കൊണ്ട് എഴുതിച്ചതാ. ലൂയിസ, എനിക്ക് നിന്നോട് പറയാൻ കഴിയാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പറയാനാ ഞാൻ ഈ കത്ത് എഴുതിക്കുന്നത്. ഈ കത്ത് നീ വായിച്ച് വീട്ടിലെത്തിക്കഴിയുമ്പോൾ എൻ്റെ ലോയർ അവിടെ ഉണ്ടാവും. അയാൾ നിനക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് തരും. ഒരുപാട് ക്യാഷൊന്നും ഉണ്ടാവില്ല, പക്ഷേ അത് വെച്ച് നിനക്ക് സ്വതന്ത്രയാവാം. നിനക്ക് ഇഷ്ടപ്പെട്ട ഫാഷൻ ഡിസൈനിങ് പഠിക്കാനും അതുവരെയുള്ള നിൻ്റെ ചെലവിനുള്ളതും അതിലുണ്ടാവും. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് നന്ദി പറയണേ ലൂയിസ, എൻ്റെ അവസാനത്തെ 6 മാസങ്ങൾ വളരെ മനോഹരമാക്കിയതിന്. ലൂയിസ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ നമുക്കൊന്നിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് തീർന്നെടുത്ത് ഈ സിനിമ അവസാനിക്കുകയാണ്. അപ്പോൾ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു സിനിമയെ വന്നവരേക്കും ബൈ.